CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. പഴഞ്ഞി അലൈൻ പാലസിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ കാഴ്ചപ്പാടോടെ പാർട്ടിയുടെ വളർച്ചയിലും സാമൂഹിക പുരോഗമന പ്രവർത്തനത്തിലും എന്നും നിറസാന്നിധ്യമായിരുന്നു ബാബു എന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനു ശേഷം ജയപരാജയങ്ങൾ അറിയുന്നതിനു മുന്നേ അധികാരസ്ഥാനങ്ങൾക്കായി കടിപിടി കൂടുന്നത് കാണുമ്പോൾ തികച്ചും അധികാരമോഹമില്ലാതെ പാർട്ടിക്കു വേണ്ടി പ്രവർത്തിച്ച ബാബുവിനെയാണ് ഓർമ്മ വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്തരം മേഖലകളിലൊക്കെ ചെല്ലാനും അവിടെ ബഹുജന പ്രശ്നങ്ങൾ ഇടപെടാനും കാട്ടാമ്പാലിന്റെ പഴയകാല സഖാക്കൾ കാണിച്ച അതിശക്തമായ പാർട്ടി ബോധവും ധാരണയോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് സഖാവ് ബാബു പുലിക്കോട്ടിൽ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരം ധീരരായ നിരവധി സഖാക്കളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള വിവിധ ബഹുജന വിഭാഗങ്ങളെ നമ്മുടെ കൂടെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെയും ഭാഗമാണ് ഇന്ന് കാട്ടാമ്പാലിലെ പാർട്ടി മെമ്പർഷിപ്പിലുണ്ടായ വളർച്ച, ബഹുജന പ്രസ്ഥാനങ്ങളിലുണ്ടായ വളർച്ച, ഇലക്ഷൻ വന്നാൽ ആ ഇലക്ഷനിലുണ്ടാകുന്ന നമ്മുടെ വളർച്ചയുടെയും കാരണങ്ങളൊന്നും അത്തരം പരിശ്രമങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ബാബുവിന്റെ സഹോദരി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ സജിത്ത്, കാട്ടകമ്പൽ പഞ്ചായത്ത് മെമ്പർമാരായ ശൈലജ അരുൺദാസ്, PP അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും ബാബു പുലിക്കോട്ടിലിന്റെ പേരിലുള്ള മൊമന്റോയും ക്യാഷ് പ്രൈസും MLA സമ്മാനിച്ചു. യോഗത്തിന് പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി KR ബിനോഷ് സ്വാഗതവും സെക്രട്ടറി AA മണികണ്ഠൻ നന്ദിയും പറഞ്ഞു.